നമസ്കാരം. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കഥ വായിച്ചു. ആ കഥ വായിച്ചപ്പോൾ അത് നിങ്ങളുടെ കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി. ഖലീഫ ഉമറിൻ്റെ കാലത്ത് ഒരിക്കൽ ഒരു വിദേശ യുവാവ് മദീനയിലെത്തി. അവിടെ വെച്ചൊരാളുമായി തർക്കമുണ്ടാവുകയും അത് അബദ്ധവശാൽ സ്വദേശിയുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇസ്ലാം ശരീഅത്ത് നിയമമനുസരിച്ച് കൊലയ്ക്ക് വധശിക്ഷയാണ് നൽകുക. അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുടെ ബന്ധു മാപ്പു നൽകുകയോ വേണമെങ്കിൽ പ്രതിയിൽ നിന്ന് ഒരു തുക ബ്ലഡ് മണിയായി സ്വീകരിക്കുകയും ചെയ്യാം. ഇവിടെ കൊല്ലപ്പെട്ടയാളുടെ 2 മക്കളും ഒരു നിലയ്ക്കും പ്രതിക്ക് മാപ്പ് നൽകാൻ ഒരുക്കമല്ല. അതോടെ വധശിക്ഷ നടപ്പാക്കാൻ ജഡ്ജി ഉത്തരവിട്ടു. അവസാനമായി വല്ല ആഗ്രഹവുമുണ്ടോ എന്ന് പ്രതിയോട് ചോദിച്ചപ്പോൾ തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കണ്ട് ഒന്ന് യാത്ര പറഞ്ഞിട്ട് വരാൻ ഒരാഴ്ച സമയം അദ്ദേഹം ആവശ്യപ്പെട്ടു. മദീനയിലെ ആരെങ്കിലും ജാമ്യം നിന്നാൽ അനുമതി നൽകാം എന്ന് ജഡ്ജി പറഞ്ഞു. ആരും മുന്നോട്ട് വരാത്തത് കണ്ടുനിന്ന നബിശിഷ്യൻ അബ്ദുർ മുന്നോട്ട് വന്നു. അദ്ദേഹം വൃദ്ധനായിരുന്നു. അത് കണ്ട് ജഡ്ജി പറഞ്ഞു, അബ്ദുർ താങ്കൾ എന്ന് അവശേഷിക്കുന്ന നബിശിഷ്യനിൽ പ്രമുഖനാണ്. നബിയെ കാണാത്ത പുതുതലമുറയ്ക്ക് താങ്കളുടെ സേവനം ആവശ്യമാണ്. അതിനാൽ ഒന്നുകൂടി ആലോചിക്കൂ. ആലോചിക്കാനൊന്നുമില്ല. ഞാൻ പ്രതിയെ വിശ്വസിക്കുന്നു. പ്രതി വന്നില്ലെങ്കിൽ താങ്കളെ തൂക്കിലേറ്റേണ്ടി വരും. അറിയാമല്ലോ? അറിയാം. ഞാൻ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്നു. അബ്ദുർ ശാന്തനായി മറുപടി പറഞ്ഞു. യുവാവ് തന്നെ നാട്ടിലേക്ക് പോയി. ഒരാഴ്ചയായിട്ടും പ്രതിയെ കാണുന്നില്ല. സമയം തീർന്നതും ഖലീഫ ഉമറിന്റെ സാന്നിധ്യത്തിൽ വധശിക്ഷയ്ക്കായി അബ്ദുറിനെ തൂക്കുമരത്തിൽ കയറ്റി നിർത്തി. തൻ്റെ സഹപ്രവർത്തകനെ രക്ഷിക്കാൻ ഖലീഫ ഉമർ അശക്തനായിരുന്നു. തൂക്കുകയർ അബ്ദുറിന്റെ കഴുത്തിലേക്കിട്ടതും ആ വിദേശ യുവാവ് ഓടിക്കിതച്ചു വന്നു. അരുത്, അദ്ദേഹത്തെ കൊല്ലരുത്, ഞാൻ വന്നു. എല്ലാവരും സ്തബ്ധരായി. യുവാവ് കാര്യങ്ങൾ വിശദീകരിച്ചു. കുഞ്ഞിന് സുഖമില്ലായിരുന്നു, അതാണ് വൈകിയത്. ഖലീഫ ഉമർ അബ്ദുറിനോട് ചോദിച്ചു, എന്ത് ധൈര്യത്തിലാണ് താങ്കൾ ജാമ്യം നിന്നത്? യുവാവ് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതെനിക്ക് പ്രശ്നമല്ല. ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. യുവാവിനോട് ഖലീഫ ചോദിച്ചു, താങ്കൾ ആരെന്ന് പോലും ഇവിടെ ആർക്കും അറിയില്ല. പിന്നെ എന്തിനാ മരണം സ്വീകരിക്കാൻ തിരിച്ചു വന്നു? യുവാവ് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കെ വിശ്വസിക്കുന്നയാളെ വഞ്ചിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാനും ആഗ്രഹിച്ചു. ഇതെല്ലാം കണ്ടുനിന്ന മരണപ്പെട്ടയാളുടെ മക്കൾ പറഞ്ഞു, ഞങ്ങൾ പ്രതിക്ക് മാപ്പ് നൽകുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവർ ഇല്ലെന്ന അവസ്ഥ വരരുതെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഈ കഥ മനുഷ്യത്വം നഷ്ടപ്പെടുന്നിടത്ത് ഒരു ഓർമ്മപ്പെടുത്തലായി മാറുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ പ്ലീസ്.